10 സീറ്റായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം UDF കിട്ടിയത്. ഇത്തവണ അത് 20ആയി. ഞങ്ങൾക്ക് ഇരട്ടി വിജയമാണ് കോർപ്പറേഷനിൽ സംഭവിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 5 സീറ്റായിരുന്നു. ഇത്തവണ അത് 14ആക്കി വർദ്ധിപ്പിച്ചു. 28-ൽ 14 ഞങ്ങൾക്ക് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം 28-ൽ 5 കിട്ടിയുള്ളൂ. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ഏതാണ്ട് 3 ഇരട്ടി വിജയം വന്നിരിക്കുന്നു. കോർപ്പറേഷനിൽ ഇരട്ടി വിജയം വന്നിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതും വലിയ വിജയമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾക്ക് 1 ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ 4 ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടിയിരിക്കുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് സംഭവിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ 45 വർഷമായിട്ട് ഞങ്ങൾ അധികാരത്തിലില്ല. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ ഇരട്ടി സീറ്റുകൾ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഒരു LDF വളരെ മോശമായി പോയിരിക്കുന്നു. അതിലേറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്താണ് അടുത്തൊരു അസംബ്ലി ഇലക്ഷൻ്റെ മുന്നോടിയായി നമ്മൾ കാണേണ്ടത്. അവിടെയാണ് പരാജയം സംഭവിച്ചിരിക്കുന്നത്. 5 ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് 14 കിട്ടി. 22 ഉണ്ടായിരുന്നവർക്ക് 23 ഉണ്ടായിരുന്നവർക്ക് 14ആയി. CPM വളരെ പുറകോട്ട് പോയി. BJPയുടേത് ഒരു താൽക്കാലിക വിജയമാണ്. അത് സ്ഥിരമായി നിൽക്കുന്ന വിജയമല്ല. അത് അസംബ്ലി ഇലക്ഷനെ ബാധിക്കുന്ന വിജയവുമല്ല. കഴിഞ്ഞ കുറേ കാലമായി നഗരത്തിൽ BJPക്ക് അല്പം സ്വാധീനമുണ്ട്. ഇത്തവണ അവർ സാമ്പത്തികമായി വളരെ നല്ല നിലയിൽ സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തു. അതിൻ്റെ ഭാഗമായി അവർക്ക് നല്ല വിജയം കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇടതുപക്ഷത്തു നിന്നാണ് ആളുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്.